സമയത്തിനകം സുജയ മേപ്പാടിയിലേക്ക് എത്തും. അതിന് മുന്നോടിയായുള്ള ഇപ്പോൾ മേപ്പാടിയിലെ സെന്റ് ജോസഫ് സ്കൂൾ ക്യാമ്പിലേക്ക് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം എത്തുകയാണ്. പ്രധാനമന്ത്രിയും സംഘവും മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ചീഫ് സെക്രട്ടറി വി വേണു എന്നിവർക്കൊപ്പമാണ് ക്യാമ്പിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത്. ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ക്യാമ്പിലേക്ക് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അവിടെയുള്ള ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തുന്നു. സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതബാധിതരെ നേരിട്ട് കാണുന്നതിനായാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ദുരന്ത മേഖലകളിൽ ദുരന്തമേൽപ്പിച്ച മുറിവിന്റെ ആഴം നേരിട്ട് മനസ്സിലാക്കി ദുരന്തബാധിതരെ കൊണ്ടുപോയ പാലത്തിൽ നിന്ന് കരകളിൽ ഉണ്ടായിട്ടുള്ള ദുരന്തത്തിന്റെ ഒരു പരപ്പും വ്യാപ്തിയും മനസ്സിലാക്കി മൺകൂനകൾക്കടിയിലായി പോയ മനുഷ്യരെക്കുറിച്ച് ദൗത്യസംഘം ഏർപ്പെട്ട രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് എവിടെ നിന്നൊക്കെയാണ് തങ്ങൾക്ക് മൃതദേഹങ്ങൾ കണ്ടുകിട്ടിയതെന്നതിനെക്കുറിച്ചൊക്കെ പറയുന്ന ADGP MR അജിത് കുമാറിനെ നമുക്ക് കാണാം. ദുരന്ത മേഖലകളിൽ അവശേഷിക്കുന്നത് മൺകൂനകളാണ്, പാറക്കഷണങ്ങളാണ്, തകർന്നില്ലാതായ വീടുകളുടെ ബാക്കി പത്രങ്ങളാണ്, കഴുക്കോലുകൾ ഊരി ചിതറിത്തെറിച്ചു പോയതുപോലെ മനുഷ്യരും ചിതറിത്തെറിച്ച മണ്ണാണ്. ആ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ആ ദുരന്തത്തിന്റെ ആഴമറിഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി മടങ്ങുകയാണ്. ചൂരൽമലയിൽ നിന്ന് മേപ്പാടിയിലേക്ക് എത്തുമ്പോൾ ദുരന്തത്തിന്റെ വ്യാപ്തി, ദുരന്തത്തിന്റെ നേരിട്ട മേഖലകളുടെ ആഘാതം എത്രമാത്രമാണ്, ഒരു വയനാടൻ മണ്ണ് എങ്ങനെയാണ് ചിതറിത്തെറിച്ചു പോയതെന്നുള്ളത് പ്രധാനമന്ത്രി മനസ്സിലാക്കുന്നു. മേപ്പാടിയിലേക്ക് എത്തുന്നു. VS രഞ്ജിത്ത് നമുക്കൊപ്പമുണ്ട്. VS രഞ്ജിത്ത്, ക്യാമ്പിൽ കഴിയുന്ന മനുഷ്യർ അവർ തങ്ങളുടെ ജീവിതം തിരിച്ചുപിടിക്കുന്നതിന് ആവശ്യമായ സഹായമുണ്ടാകും. എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിന്നുകൊണ്ട് സഹായിക്കുമ്പോൾ അതിൽ ഒരു സർക്കാർ സംവിധാനത്തിന്റെ പങ്കാളിത്തം വളരെ വലുതാണ്. കേന്ദ്രവും സംസ്ഥാനവും എന്ന ഭേദമില്ലാതെ ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു കാഴ്ചയിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. രഞ്ജിത്ത്, ഇപ്പോൾ മേപ്പാടി ടൗൺ പിന്നിട്ടിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും. സുജിയ, ഇനി ക്യാമ്പിലേക്കായിരിക്കും, സെന്റ് ജോസഫ് സ്കൂളിലുള്ള ക്യാമ്പിലേക്ക് മോദി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉരുൾപൊട്ടി സർവ്വതും നഷ്ടപ്പെട്ട ചൂരൽമല നിവാസികൾ ഉള്ളുപൊട്ടിയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോൾ താമസിക്കുന്നത്. അവർക്കിനി ആവശ്യം തലചായ്ക്കാൻ അടച്ചുറപ്പുള്ളൊരു വീടും അതുപോലെ ഉപജീവനത്തിനൊരു തൊഴിലും എന്നുള്ളതാണ് അവർ പ്രധാനപ്പെട്ട ആവശ്യം. ഇന്നലെ നമ്മൾ നിയാസിന് ജീപ്പ് വാഗ്ദാനം ചെയ്തതുപോലെ ഒരുപാട് പേർ അവിടെ തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ട്, അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട്, അവരുടെ വായ്പ എടുത്തു വെച്ച വീട് മണ്ണിനടിയിലായതിൻ്റെ ദുരിതങ്ങൾ പറയുന്നവരുണ്ട്. അവർക്കിനി വീട് വേണം, അവരുടെ വായ്പകൾ എഴുതിത്തള്ളണം, അവർക്കൊരു തൊഴിൽ വേണം. അങ്ങനെ ഉടുതുണിയല്ലാത്തതൊക്കെ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ ഒരുപിടി ആളുകളെ കാണാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി ഇനി ഇപ്പോൾ അവിടേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. രഞ്ജിത്ത്, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേപ്പാടിയിലെ ക്യാമ്പിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം കടന്നു വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വാഹനവ്യൂഹം ഇപ്പോൾ മേപ്പാടിയിലെ സെന്റ് ജോസഫ് സ്കൂൾ ക്യാമ്പിലേക്ക് എത്തുകയാണ്. ദുരന്തബാധിതർ കഴിയുന്ന, നേരത്തെ അവിടെ അനാഥരായിപ്പോയ കുഞ്ഞുങ്ങളെക്കുറിച്ച്, ആരുമില്ലാതായിപ്പോയ മനുഷ്യരെക്കുറിച്ചൊക്കെയാണ് നരേന്ദ്രമോദി ചോദിച്ചുകൊണ്ടിരുന്നത് എന്നാണ് അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന സംഘം തന്നെ നൽകുന്ന വിവരങ്ങൾ. ഇപ്പോൾ അദ്ദേഹം ക്യാമ്പിലേക്ക് എത്തുകയാണ്. വഴിയുടെ ഇരുഭാഗങ്ങളിലും മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ട് പരിക്കേറ്റവരെ എടുത്തുകൊണ്ട് ഓടിയ ഇടമാണ് മേപ്പാടി. അവിടേക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ടെത്തുകയാണ്. അലമീൻ, ഒരു നാടിൻ്റെ നോവൊപ്പാൻ, ആ നാടിൻ്റെ നോവറിഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി എത്തുന്നു. ദുരിതാശ്വാസ ക്യാമ്പിൽ ദുരിതമനുഭവിച്ചു കഴിയുന്ന മനുഷ്യർക്ക് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്കുള്ള ഒരു കൈത്താങ്ങ്, അവരെ ചേർത്ത് പിടിക്കാൻ പ്രധാനമന്ത്രി എത്തുകയല്ലേ? പ്രധാനമന്ത്രി മേപ്പാടിയിലെ സെന്റ് ജോസഫ് ക്യാമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സുജയ. അവിടെ ക്യാമ്പിൽ കഴിയുന്ന അന്തേവാസികൾ, ഒപ്പം മേപ്പാടി LP സ്കൂളിൽ ക്യാമ്പ്, വിവിധ ക്യാമ്പുകളിൽ കഴിഞ്ഞ അന്തേവാസികളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില ആളുകളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരുമായിട്ടാണ് പ്രധാനമന്ത്രി ഇനി കൂടിക്കാഴ്ചയും ചർച്ചയും നടത്തുക. അവരുടെ ആശങ്കകളാണ് പ്രധാനമന്ത്രി ഇനി കേൾക്കാൻ പോകുന്നത്. അവരുടെ വേദനകളാണ് പ്രധാനമന്ത്രി ഇനി കേൾക്കാൻ പോകുന്നത്. ഭാവിയെക്കുറിച്ചുള്ള അവരുടെ വ്യാകുലതകളാണ് പ്രധാനമന്ത്രി ഇനി കേൾക്കാൻ പോകുന്നത്. അത് അവർ കൃത്യമായി തന്നെ അവതരിപ്പിക്കും. കാരണം ഏച്ചുകെട്ടലുകളില്ലാതെ അവതരിപ്പിക്കാൻ പറ്റുന്ന ആളുകളാണ്, സാധാരണക്കാരാണ് വയനാടുള്ള ആളുകൾ, ദുരന്തത്തിനിരയായ ആളുകൾ. അവർ അന്നുള്ള ഉപജീവന മാർഗങ്ങളിലൂടെ ജീവിതം കരുപ്പിടിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. സാധാരണക്കാരായ പച്ച മനുഷ്യരാണ് ഈ ദുരന്തത്തിന് ഇരയായിരിക്കുന്നത്. അവർക്ക് മുന്നിലേക്കാണ് രാജ്യത്തിന്റെ ഭരണാധികാരി വന്നിരിക്കുന്നത്. സ്വാഭാവികമായും പ്രശ്നപരിഹാരത്തിന് ആ തരത്തിലുള്ള ഇടപെടൽ അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലുള്ള വൈകാരിക നിമിഷങ്ങൾക്ക് കൂടിയായിരിക്കും ഇനി ക്യാമ്പിനകത്തുള്ള കൂടിക്കാഴ്ച വേദിയാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
ഇതിനകത്ത് കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്വഭാവമോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോട് നടത്തുന്ന കൂടിക്കാഴ്ചയുടെ ഒരു ഔദ്യോഗിക വേലിക്കെട്ടുകളോ ഒന്നും അവർക്കുണ്ടാകില്ല. അവർ വികാരാധീനരായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കും. അവർ പച്ച മനുഷ്യരാണ്. അവർ എങ്ങനെയാണോ അങ്ങനെ തന്നെ അവർ കാര്യങ്ങൾ അവതരിപ്പിക്കും. അവരുടെ വേദനകൾ എന്താണോ അത് അതുപോലെ തന്നെ വേദനക്കെട്ടുകൾ പ്രധാനമന്ത്രിക്ക് മുന്നിൽ അഴിച്ചുവെക്കുകയും ചെയ്യും. അവരുടെ ആശങ്കക്കെട്ടുകൾ പ്രധാനമന്ത്രിക്ക് മുന്നിൽ അത് അഴിച്ചുവെക്കുകയും ചെയ്യും. അത് കണ്ണുനീരണിഞ്ഞ ഒരു അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ കണ്ണുനീരോടുകൂടി തന്നെയായിരിക്കും അവർ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക. കാരണം എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു കൂട്ടരാണ്. കേന്ദ്രത്തിൽ നിന്ന്, പ്രധാനമന്ത്രിയിൽ നിന്ന്, കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം നേടാനല്ല അവർ നിൽക്കുന്നത്. എന്തെങ്കിലും അനർഹമായത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു കൂടിക്കാഴ്ചയല്ല. സർവ്വതും നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത പ്രതിസന്ധിയിൽ ഉഴലുന്ന ഒരു പറ്റം ആളുകൾക്കിടയിലേക്കാണ് രാജ്യത്തിന്റെ ഭരണാധികാരി വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ നഷ്ടം, അവരുടെ വേദനകൾ, അവരുടെ വ്യസനങ്ങൾ, അവരുടെ നഷ്ടത്തിന്റെ ആഴവും പരപ്പും ഒക്കെ അവർ പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന കാര്യത്തിൽ അവിടെ എത്തിയപ്പോൾ ക്യാമ്പുകളിൽ വല്ലാത്ത വേദനയോടുകൂടി കഴിയുന്ന ആളുകളാണ്. അവരുടെ ഉള്ളകം പിടഞ്ഞു കഴിയുന്ന ആളുകളാണ്. ഒന്ന് കരയാൻ പോലും ആകാതെ കഴിയുന്ന ആളുകളാണ്. പലപ്പോഴും ക്യാമ്പുകൾ